അപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പല കലോത്സവ വേദികളിൽ നിന്നുള്ള മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണെന്ന് കണ്ടു, ശബ്ദരേഖകൾ കേട്ടു, എങ്ങനെയാണ് ജഡ്ജിമാർ സ്വാധീനിക്കുന്നത് എന്നത് കണ്ടു. ഇതാണ് നമ്മുടെ കലോത്സവ വേദികളിൽ പലപ്പോഴും നടക്കുന്നത്. കലോത്സവ കച്ചവടം എന്നാണ് നമ്മൾ അതിനിട്ടിരിക്കുന്ന പേര്. ഇനി നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കണ്ടുവരാം. ഉപജില്ലാ കലോത്സവത്തിൽ വിധികർത്താവിനെതിരെ സ്റ്റേജിൽ കയറി അട്ടപ്പാടി സ്വദേശി അനു പ്രശോഭിനി എന്ന വിദ്യാർത്ഥി നടത്തിയ പ്രസംഗം വൈറലായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ ഗോത്രകലകളുടെ വിധിനിർണ്ണയം പരിഹാസ്യകരമാകരുത് എന്നാണ് അനു അപ്പോൾ പറഞ്ഞത്. വിധിനിർണ്ണയത്തിലെ അപാകതകളും വിധികർത്താക്കളുടെ യോഗ്യതാക്കുറവും ഫലം മാറ്റിമറിച്ച അനുഭവം ഉണ്ടാക്കിയെന്നും വേദിയിൽ വെച്ച് തന്നെ കുട്ടി തുറന്നടിച്ചു. ഗോത്രകലകൾക്ക് തനത് ചിട്ടയും തനിമയും പാരമ്പര്യവും തനത് സംസ്കാരവും ഉണ്ട്. അതെവിടെയും അവഹേളിക്കപ്പെടരുതെന്നും അനു പറഞ്ഞു. ആ വൈറൽ പ്രസംഗം കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഇവിടെ ജഡ്ജസ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇരുള സമുദായത്തിന്റെ ഈ ഒരു ഡാൻസ് നിങ്ങൾ എന്താ പറയാ ജഡ്ജിങ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിലുള്ള ആളാണോ? നിങ്ങൾ മൂന്നുപേരും മൈക്കിൽ എണീറ്റ് നിന്ന് ഇവിടെ നിന്ന് ഈ ഒരു ഇരുള സമുദായം എന്താണ്, ഞങ്ങളുടെ പരമ്പരാഗത അതിനെ കുറിച്ച് പറയാൻ നിങ്ങളുടെ ഒരു ബയോഡാറ്റ, നിങ്ങൾക്ക് ഇത് മാർക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ യോഗ്യത എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് പറയണം. ഇല്ലെങ്കിൽ ഇവിടെ പരിപാടി നടക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? മൈക്ക് കുറയ്ക്കരുത്. ആരെ പറഞ്ഞ സൗണ്ട് കുറയ്ക്കാൻ? സൗണ്ട് കുറയ്ക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ സൗണ്ട് കുറയ്ക്കരുത് പ്ലീസ്. ഈ കാര്യം പറയാൻ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ അവരെന്നോട് പറഞ്ഞത് സ്റ്റേജിൽ കയറി ഇത് പറയരുത് എന്നാണ് പറയുന്നത്. അത് വളരെ മോശമാണ്. ഞങ്ങളുടെ സമുദായത്തിനെ കുറിച്ച് ഞങ്ങൾ പറയാതെ പിന്നെ വേറെ ആര് പറയാനാണ്? ഇന്ന് ഇതേപോലെ ഒരു തീരുമാനം ആയില്ലെന്നുണ്ടെങ്കിൽ നാളെ അടുത്ത വർഷം ഇതേപോലെ സബ് ജില്ലാ മത്സരം നടക്കുമ്പോൾ ആ ഒരു എന്താ പറയാ ആ ഒരു വിഭാഗത്തിനെ കുറിച്ച് അറിയാണ്ട് ആ ഒരു ഇതിലുള്ളത് യോഗ്യതയില്ലാത്ത ആൾക്കാരായിരിക്കും ഇതിൽ ജഡ്ജസ് ആയിട്ട് വരുന്നതും മാർക്കിടുന്നതും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇന്ന് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ ഇരിക്കുന്ന ജഡ്ജസ്മാര് ഇരുള ഡാൻസ്, അതായത് ഞങ്ങളുടെ വിഭാഗത്തിനെ കുറിച്ച് എന്തറിയാമെന്ന് ഇവിടെ പറയണം. നിങ്ങളുടെ ബയോഡാറ്റ, ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഇരുളാണോ അട്ടപ്പാടിയിൽ നിന്നാണോ വരുന്നത്? അത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടേ ഇവിടെ പോലും ഈ പരിപാടി നടത്തും. അനു പ്രശോഭിനിയുടെ പ്രസംഗം വളരെ വേളായിരുന്നു. മെഡിക്കയായിട്ടാണ് അനു കാര്യങ്ങളൊക്കെ തുറന്നടിച്ചത്. ഗൗരവമേറിയ വിഷയമാണെങ്കിലും അനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് തോന്നിയൊരു കാര്യം, അതിനിടയ്ക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ പോയ മൈക്ക് ഓപ്പറേറ്റർ അനു പറഞ്ഞത് പ്രേക്ഷകർ കേട്ടല്ലോ. മൈക്ക് ഓഫ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. എനിക്കത് കണ്ടപ്പോൾ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഫിലോമിന പറഞ്ഞതാ, കൊട്ടടാ നിർത്തട എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. പക്ഷേ അനു വളരെ മിടുക്കിയായിട്ട് ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, തുറന്നു പറഞ്ഞു. അനു പ്രശോഭിനി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അനു, വെരി ഗുഡ് മോർണിംഗ് അനു. ഗുഡ് മോർണിംഗ് സർ. അനു ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ വീട്ടിലുണ്ട്. ഓക്കെ, അന്ന് എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ ഒരു പ്രചോദനം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് നടക്കുന്നത് കൊടുവള്ളി സബ് ജില്ലയിലായിരുന്നു. അപ്പം ആദ്യം ഹൈസ്കൂൾ സെക്ഷനിൽ ഫസ്റ്റ് വാങ്ങിച്ച പിള്ളേർക്ക് ഇതേമാതിരി ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതായത് താളം പിടിച്ച രീതി, അതായത് ഡവിന്റെ താളം പിടിച്ച രീതി ഡ്രം സെറ്റ് അടിക്കുന്ന പോലെ രീതിയിലായിരുന്നു. പിന്നെ അവസാനം എൻഡിങ് ഒക്കെ കുറച്ച് തെറ്റും കുറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് അതിന് ഫസ്റ്റ് കൊടുത്തു. അപ്പൊ അതിനുശേഷം എനിക്ക് ചെറിയൊരു പന്തികേട് തോന്നിയപ്പോ ഞാൻ ആ മറ്റേ മാർക്കിട്ട ജഡ്ജിനൊന്ന് കണ്ട് സംസാരിക്കാനായിട്ട് പോയി. അപ്പൊ ഞാൻ ആ സാറോട് സംസാരിച്ചു. സാറേ, നിങ്ങള് സാറിന്റെ പേര് എന്താന്ന് ചോദിച്ചു. സാറ് പേര് പറഞ്ഞു. അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു, സാർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നാടൻപാട്ട് കലാകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ അപ്പൊ നാടൻപാട്ട് കലാകാരന്മാർക്ക് എങ്ങനെയാണ് ഇള നൃത്തത്തിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക? ഈ ഐറ്റം ഏതായിരുന്നു പ്രശോഭിനി? ഇരുള നൃത്തം. അപ്പൊ ഇരുള നൃത്തം യഥാർത്ഥത്തിൽ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇരുള സമുദായത്തിൽ നിന്നുള്ള കലാകാരന്മാർക്കേ കഴിയൂ. അത് ഒരു പാരമ്പര്യ കല കൂടിയായതുകൊണ്ട് അല്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞത്? ജഡ്ജിമാരെന്താ പറഞ്ഞത്? ജഡ്ജിമാർ പറഞ്ഞു ഞങ്ങൾ നാടൻപാട്ട് കലാകാരന്മാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടൻപാട്ട് കലാകാരന്മാർക്ക് എങ്ങനെയാണ് ഇരുള നൃത്തത്തിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക? നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് പറയാമോ ചോദിച്ചപ്പോ ആ സാറ് പറഞ്ഞു അവർക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എനർജി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എനർജി ബേസ് ചെയ്ത് മാർക്കിടാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമാറ്റിക് ഡാൻസ് അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ സംസാരിക്കാൻ പോയപ്പോ ആ സാറിനെ കുറിച്ച് പുച്ഛഭാവത്തോടെ നമ്മളെ കട്ടപ്പാടി കുറെ കണ്ടതാ മോളെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. പിന്നെ ഹയർ സെക്കൻഡറിയുടെ പ്രോഗ്രാം, അതായത് ഇരുള നൃത്തം സ്റ്റേജ് കയറുന്ന ആ സമയത്ത് ഞാൻ സംഘടനാ സമിതിയിലെ ആൾക്കാരോട് പോയി പറഞ്ഞു, സാറേ ഇവിടെ ഇരിക്കുന്ന ജഡ്ജസ്മാര് ഇതുമായി, അതായത് ഇരുള നൃത്തത്തിനെ കുറിച്ച് അവതരിപ്പിച്ച് നൈപുണ്യം തെളിയിക്കാത്ത വ്യക്തികളുമാണ്. അപ്പൊ എങ്ങനെയാണ് ഇവര് ഈ ഒരു നൃത്തത്തിലേക്ക് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് ചെയ്ത്? സാധ്യതയല്ലല്ലോ
അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ജഡ്ജസിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ സംഘാടക സമിതിയിലെ ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നും അവര് വില വെക്കുന്നില്ല. നിങ്ങൾ പ്രശ്നമാക്കരുത്, നിങ്ങൾ പരാതി എഴുതി തരൂ, അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അവർ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരിക്കുന്ന കുട്ടികളായാലും പാരന്റ്സ് ആയാലും എല്ലാവരും അത് അറിയണം. അതായത് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ജഡ്ജസ്മാർ മുഴുവനും ഇതിനെക്കുറിച്ച് അനു സംസാരിക്കുമ്പോൾ മുൻപിലിരുന്ന 3 ജഡ്ജിമാരും ഇരുള സമുദായത്തിൽപ്പെട്ടവരോ ഇരുള നൃത്തം അറിയാവുന്നവരോ ആയിരുന്നില്ല അല്ലേ? ആയിരുന്നില്ല, അവര് നാടൻപാട്ട് കലാകാരന്മാരായിരുന്നു. അപ്പൊ അതാണ് നമുക്കിപ്പോ മാസങ്ങളോളം പിള്ളേര് റിഹേഴ്സൽ ചെയ്തും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ പിള്ളേരും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പാരന്റ്സ് ആയാലും കുട്ടികളെല്ലാവരും അറിയണം ഈ ഒരു കലയെ വിലയിരുത്താനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജസ് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആ മൈക്കിൽ നിന്ന് ഞാനത് പറയാനുള്ള കാരണം ഇത് തുടക്കമേ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേപോലെ സബ് ജില്ലാ മത്സരങ്ങളൊക്കെ നടത്തി എന്നിട്ട് ആ വേദിയിൽ അതേ ജഡ്ജിമാരെ വെച്ച് തന്നെ വിധി നിർണ്ണയം നടത്തി. ബാക്കിയുള്ള പഴയ നൃത്തം, പണിയ നൃത്തം, ഇരുള നൃത്തം കാര്യങ്ങളെല്ലാം ഇവര് തന്നെയാണ് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പണിയ നൃത്തവും അവർ തന്നെ ചെയ്തു, ഇരുള നൃത്തവും അവർ തന്നെ ചെയ്തു. വേണമെങ്കിൽ ഒരു മോഹിനിയാട്ടവും ചെയ്യും, ഭരതനാട്യവും ചെയ്യും, വേണമെങ്കിൽ കഥാപ്രസംഗവും ചെയ്യും അല്ലേ? അതെ അതെ. അതിന്റെ ഇടയിൽ ഒരു ജഡ്ജ് ഇതേമാതിരി യൂട്യൂബില് ഇരുള നൃത്തം എന്താണെന്ന് അടിച്ചു നോക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പോയതിനു ശേഷം അതുകൂടി കണ്ടപ്പോ എനിക്ക് തീരെ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അവിടെ മൈക്ക് എടുത്തിട്ട് കൂടുതൽ അനു അങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കാനും അതിനുള്ളിൽ ഒരു വിഷയം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അനു ആ പ്രതികരണത്തിന് പ്രത്യേകിച്ച് ആ സമയത്ത് ഇടപെട്ട് സംസാരിച്ചതിന് അഭിനന്ദനങ്ങൾ. ആ സമയത്ത് അതിനുശേഷം സംഘാടകർ വല്ലതും മോശമായിട്ട് വല്ലതും പറഞ്ഞോ? മോശമായിട്ട് അവർ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാണ് കൂടുതലോട് സംസാരിക്കാനൊന്നും നിന്നല്ല. ഞാൻ കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു. അപ്പൊ അതിനുശേഷം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ എല്ലാവരും അവിടെ കൈയടി കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി. ഇനി കൈയടി കിട്ടിയില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ തുറന്ന് പ്രതികരിക്കണം. എത്രയോ കുട്ടികളും കലാകാരന്മാരും മാസങ്ങൾ അധ്വാനിച്ചാണ് ഈ കലോത്സവ വേദിയിലേക്ക് വരുന്നത്. അപ്പൊ അവരെ കളിയാക്കുന്നതിന് സമമല്ലേ ആ കലയെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത ആൾ വന്നിരുന്നത് ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ? പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് ജഡ്ജ്മെന്റിന് പോയിട്ടുള്ള ജഡ്ജസ് ആയിട്ട് പോയിട്ടുള്ള കുറച്ച് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നമുക്കിപ്പോ ഒരു കലയെ കുറിച്ച് അറിയണമെന്ന് നമ്മൾ ഒരു കലയെ വിലയിരുത്താൻ പോകുമ്പോഴേ നമ്മൾ ജഡ്ജസ് ആയിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവിടെ പോയി ഇരുന്നാൽ തന്നെ അവിടുത്തെ സംഘാടക സമിതിയിലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും. ഇന്നത് പറഞ്ഞാൽ മതി, ഇങ്ങനെയാണെന്ന് അവര് പറഞ്ഞു തരും. നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കുറെ പേര് ഈ പ്രശ്നം നടന്നതിന് ശേഷം ജഡ്ജസ് ആയിട്ട് പോയിട്ടുള്ള കുറെ പേര് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കുറെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ശരിയാണ് അനു, നിർഭാഗ്യകരമാണ്. താങ്ക് യു അനു. എന്തായാലും കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ. അങ്ങനൊരു വിഷയം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അനുവിൻ്റെ കൂടി ഇടപെടൽ കൊണ്ടാണ്. താങ്ക് യു അനു പ്രശോഭിനി. അനു പറഞ്ഞതുപോലെ ഇങ്ങനെ കുറേ ജഡ്ജിമാരുണ്ട് കേട്ടോ, ആസ്ഥാന വിധികർത്താക്കളാണ്. അവരെ വിളിക്കും. ഏത് ഐറ്റത്തിനാണെങ്കിലും ഇവർ മാർക്കറ്റ് ആൻഡ് കോമ്പീറ്റൻ്റാണ്. ഇരുള നൃത്തം, പണിയ നൃത്തം തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ആർക്കറിയാം? ഒരു വ്യത്യാസവും ഇവർക്ക് ബോധ്യമാവുന്നില്ല. മോഹിനിയാട്ടത്തിനും വേണമെങ്കിൽ ഇവർ വിധി എഴുതും, ഒപ്പനപ്പാട്ടിനും ഇവർ വേണമെങ്കിൽ വിധി എഴുതും. ആ നിലവിൽ കച്ചവടമായി മാറിയിരിക്കുന്നു കലോത്സവം എന്നുള്ളതാണ്. അതുകൊണ്ട് അനുവിൻ്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. ഇരുള നൃത്തം എന്താണെന്നോ, ഇരുള സമുദായം എന്താണെന്നോ, പണിയ നൃത്തം എന്താണെന്നോ, പണിയ സമുദായം ഏതാണെന്നോ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും, വട്ടപ്പാട്ട് എന്താണെന്നോ, ഒപ്പനപ്പാട്ട് എന്താണെന്നോ, അറവനമുട്ട് എന്താണെന്നോ, ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത മനുഷ്യരാകരുത്. ആ കലയെ ഉപവസിക്കുന്ന കലാകാരന്മാർ ട്രെയിൻ ചെയ്ത് വിടുന്ന വിദ്യാർത്ഥികളുടെ മത്സരങ്ങളെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഒരു ജാഗ്രത പുലർത്തണം. നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എം